empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രശില്ല പ്രോഗ്രാമിന്റെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പഴയ നിയമത്തിൽ എസ്തേർ രാജ്ഞിയെ കുറിച്ച് പഠിച്ചു വരികയായിരുന്നു. പഴയ നിയമത്തിൽ കർത്താവിന്റെ ആ ഒരു സർവാധിപത്യത്തിന്റെ കാര്യങ്ങൾ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്ന ഒരു പുസ്തകമാണ് എസ്തേറിന്റെ പുസ്തകം. നിസ്സാരയായിരുന്ന അനാഥയായിരുന്ന ഹദാസ എന്ന പെൺകുട്ടി പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ രാജ്ഞിയായി മാറിയ അതിന് പിന്നിലുള്ള കർത്താവിന്റെ വലിയ ഇടപെടലിന്റെ കരങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു ആ ഒരു വിശ്വാസത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി എന്ത് റിസ്കും നേരിടാൻ തയ്യാറായിരുന്ന എസ്തേർ രാജ്ഞിയെ. തന്റെ ജീവിതം തന്നെ റിസ്കിന്റെ മുൻപിലാണ്, വലിയ ഭീഷണിയുടെ മുൻപിലാണെന്ന് കാണുമ്പോഴും എന്തുമാത്രം റിസ്ക് ഉണ്ടെങ്കിലും കർത്താവിനു വേണ്ടി, തന്റെ ജനത്തിനു വേണ്ടി സ്റ്റെപ്പ് എടുത്തു വെക്കാൻ, അതിന്റെ മുൻനിരയിൽ നിൽക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു എസ്തേർ രാജ്ഞിയെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പരിചയപ്പെട്ടത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, സങ്കീർത്തകനായ ദാവീദ് 62-ാം അധ്യായം അവിടെ 6-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: അവിടുന്ന് മാത്രമാണ് എന്റെ അഭയശിലയും കോട്ടയും, എനിക്ക് കുലുക്കം തട്ടുകയില്ല. ദാവീദ് രാജാവ് താൻ നേരിടുന്ന പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും ഒക്കെ ഇടയിൽ നിന്ന് ധൈര്യത്തോടെ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, കർത്താവാണ് എന്റെ അഭയശിലയും കോട്ടയും. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും, എന്തൊക്കെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും എനിക്ക് കുലുക്കം തട്ടുകയില്ല. കാരണം എന്റെ അഭയശിലയും കോട്ടയും സർവശക്തനായ എന്റെ കർത്താവാണ്. ദാനിയേൽ പ്രവാചകന്റെ വചനങ്ങളും നമ്മൾ കേട്ടതാണ്. തങ്ങളുടെ ദൈവത്തെ അറിയുന്നവർ ഉറച്ചു നിന്ന് പ്രവർത്തിക്കും എന്നാണ് ദാനിയേൽ പ്രവാചകൻ പറയുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, എസ്തേറിനെ പോലെ, ദാവീദിനെ പോലെ, ദാനിയേലിനെ പോലെ കർത്താവിനെ അറിഞ്ഞ നാം ഓരോരുത്തരും ഉറച്ചു നിന്ന് ധൈര്യത്തോടെ പ്രവർത്തിക്കാനുള്ള ഒരു കൃപ, മറ്റൊന്നിനെയും ഭയപ്പെടാതെ അഭയശിലയായ കോട്ടയായ കർത്താവിലേക്ക് മാത്രം നോക്കി നമ്മുടെ ജീവിത യാത്രയിൽ കർത്താവിനോട് ചേർന്ന് മുന്നോട്ട് പോകുവാനുള്ള കൃപ, അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമ്മുടെ ജീവിതങ്ങളിലേക്ക്, നമ്മുടെ ആവശ്യങ്ങളിലേക്ക് എല്ലാം പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഐക്യത്തോടെ നമ്മുടെ കർത്താവിന്റെ മുൻപിൽ നമുക്കായിരിക്കാം. നമുക്കൊന്ന് ചേർന്ന് നമ്മുടെ രാജാവിനെ, നമ്മുടെ സർവശക്തനായ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ കടന്നു വരണമേ, ഞങ്ങളുടെ കൂട്ടായ്മയിൽ വന്ന് നിറയണമേ. കർത്താവ് പറയുന്ന കാര്യങ്ങൾ, തിരുവചനത്തിലൂടെ നൽകപ്പെട്ട കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ കർത്തൃത്വം ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. ഹല്ലേലൂയ. Welcome Holy Spirit. പരിശുദ്ധാത്മാവേ വരണമേ. We are in your presence. Hallelujah. Fill us with your power. പരിശുദ്ധാത്മാവേ ശക്തിയാൽ Live inside of me. Hallelujah. Hallelujah. Welcome Holy Spirit. We are in your presence. അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു പരിശുദ്ധാത്മാവേ. Fill us with your power. പരിശുദ്ധാത്മാവേ. Live inside of me. Hallelujah. Hallelujah. പരിശുദ്ധാത്മാവേ You're the living water. Hallelujah. Never dying fountain. പരിശുദ്ധാത്മാവേ Comforter and counselor. Take complete control. പൂർണ്ണ നിയന്ത്രണം
പരിശുദ്ധാത്മാവേ Spirit. വരണമേ. We are in your presence. Hallelujah. Hallelujah. Fill us with your power. Live inside of me. Hallelujah. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. Fill us with your കൂട്ടായ്മയെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Hallelujah. Live inside of പരിശുദ്ധാത്മാവേ വരണമേ. ഉപദേശകനായി, ആശ്വാസപ്രദനായി, ജീവനദിയായ ആത്മാവേ ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ. Hallelujah. Hallelujah. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. Hallelujah. Hallelujah. കർത്താവ് പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ ആത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. ഈശോയെ ആരാധന. Hallelujah. 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 പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. Hallelujah. 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 പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, ഞങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് കീഴിലേക്ക് പരിപൂർണമായും കടന്നു വരുവാൻ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുക്കുടുംബത്തിന്റെ സംരക്ഷക, ഞങ്ങളുടെ കുടുംബങ്ങൾ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് മുന്നോട്ട് പോകുന്ന കുടുംബങ്ങളായി തീരുവാൻ യോസേപ്പ് പിതാവേ, പിതാവിന്റെ മധ്യസ്ഥ കരങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നീട്ടിത്തരണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലായി എസ്തേർ രാജ്ഞിയുടെ ജീവിതത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. നമ്മൾ കണ്ടതാണ്, നിസ്സാരയായിരുന്ന സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലാതിരുന്ന എസ്തേറിനെ എപ്രകാരമാണ് കർത്താവ് പേർഷ്യൻ സാമ്രാജ്യത്തിലെ രാജ്ഞിയായി ഉയർത്തിയത് എന്ന്. അങ്ങനെ ആ ഒരു രാജ്ഞിയായി വാണിരുന്ന കാലത്താണ് തന്റെ ജീവനും തന്റെ സമൂഹത്തിന്റെ മുഴുവൻ ജീവനും ഭീഷണിയായി രാജകൽപ്പന പുറപ്പെടുന്നത്. തങ്ങളുടെ യഹൂദരുടെ വംശനാശം സംഭവിക്കാൻ തക്കമാറ് യഹൂദരുടെ മുഴുവൻ വംശനാശം നടത്തുവാനായി ഹാമാൻ എന്ന ആ മനുഷ്യനിലൂടെ എപ്രകാരമാണ് ആ ഒരു തിന്മ നിറഞ്ഞ ഒരു കൽപ്പന, രാജകൽപ്പന പുറപ്പെട്ടതെന്ന് നമ്മൾ കണ്ടു. അതിൽ നിന്നും എങ്ങനെ യഹൂദ വംശം രക്ഷ നേടി എന്നതും നമ്മൾ കണ്ടതാണ്. ഈ പ്രകാരം നടന്ന കാര്യങ്ങൾക്കൊക്കെ ഇടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായി. നമ്മൾ പഠിച്ചതാണ്, എസ്തേറിന്റെ വളർത്തു പിതാവായ മൊർദെഖായി ഈ ഒരു കൽപ്പന പുറപ്പെട്ട സമയത്ത് തന്റെ മകളായ എസ്തേറിനെ കാണാൻ വരികയാണ്. അങ്ങനെ വന്ന സമയത്ത് അപ്പനായ മൊർദെഖായി തന്റെ മകൾക്ക് നൽകുന്ന ഒരു ഉപദേശമുണ്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കേട്ടത് തന്നെയാണ്. ഒരിക്കൽ കൂടി നമുക്ക് ആ വചനം ഒന്ന് ശ്രദ്ധിക്കാം. എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം 14-ാം വാക്യം. ഇതുപോലൊരു സമയത്ത് നീ മൗനം പാലിച്ചാൽ യഹൂദർക്ക് മറ്റൊരിടത്ത് നിന്ന് ആശ്വാസവും മോചനവും വരും. പക്ഷേ നീയും നിന്റെ പിതൃഭവനവും നശിക്കും. ഇത്തരമൊരു കാലത്തേക്കായിട്ടല്ല നീ രാജ്ഞിസ്ഥാനത്ത് വന്നിരിക്കുന്നത് എന്ന് ആർക്കറിയാം? എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ വളരെ വിഷമകരമായ ഒരു അവസ്ഥയിലാണ് എസ്തേർ ഇരിക്കുന്നത്. വലിയൊരു പ്രതിസന്ധിയെ നേരിടുന്ന ഒരു സമയം. ഇങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മൾ ആയിരിക്കുമ്പോൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ടോണോ ഒരു കാര്യമോ അല്ല ഇവിടെ വളർത്തപ്പനായ മൊർദെഖായി തന്റെ മകളോട് പറയുന്നത്. ഇങ്ങനെ ഒരു അവസരത്തില് നമ്മൾ ഇങ്ങനെ ഒരു ഉപദേശം കേട്ടാൽ നമുക്കുണ്ടാകുന്ന റിയാക്ഷൻ എന്തായിരിക്കും? അപ്പൻ എന്നെ ഒന്നും മനസ്സിലാക്കാൻ പോലും സാധിക്കുന്നില്ല, ഞാൻ എത്ര വലിയ റിസ്ക് അവിടെ ഫേസ് ചെയ്യുന്നതെന്ന് അപ്പന് മനസ്സിലാകുന്നില്ല, നമുക്ക് ഇഷ്ടം പോലെ എണ്ണി പറക്കാനായിട്ടുണ്ടാകാം. എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചേ? ആ വിഷമകരമായ അവസ്ഥയിൽ അപ്പനിലൂടെ നൽകപ്പെട്ട ആ ഒരു ഉപദേശം, അത് എസ്തേർ രാജ്ഞി വളരെ വിലക്കെടുക്കുകയാണ്. അതനുസരിച്ച് അവളുടെ തുടർന്നുള്ള ജീവിതത്തെ അവൾ ക്രമീകരിക്കുകയാണ്. അപ്പന്റെ ഒരു ഉപദേശം ഒരു ദേഷ്യപ്പെടൽ കലർന്ന ഒരു ഉപദേശം എന്ന് തന്നെ വേണം നമ്മൾ പറയുവാനായിട്ട്. എസ്തേറിനെ നന്നായി വഴക്ക് പറയുന്ന രീതിയിൽ തന്നെയാണ് മൊർദെഖായി അവിടെ പറയുന്നത്. അവിടെ അവൾ ആയിരിക്കുന്ന അവസ്ഥയിൽ അവൾ ചെയ്യേണ്ട കാര്യങ്ങളും
എന്തുകൊണ്ടാണ് അവൾ രാജ്ഞി പദത്തിലായിരിക്കുന്നതെന്നും ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് അപ്പൻ മകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഒരു ഉപദേശം കേട്ട എസ്തേർ രാജ്ഞി ഉടനെ തന്നെ ആക്ഷനിലേക്ക് കടക്കുകയാണ്. മുഴുവൻ യഹൂദരെയും ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിക്കുവാനും തുടർന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ ആ ഉപദേശം സ്വീകരിച്ച് അവൾ മുന്നേറുകയാണ്. ഇങ്ങനെ ഉപദേശങ്ങളോട് നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവമാണ് ഇന്നത്തെ ഈ ഒരു ശുശ്രൂഷയിലൂടെ എസ്തേർ രാജ്ഞിയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്. ഇവിടെ എസ്തേർ രാജ്ഞി ആ ഉപദേശത്തെ എങ്ങനെയാണ് സ്വീകരിച്ചത്? സുഭാഷിതങ്ങൾ 19-ാം അധ്യായം അവിടെ 20-ാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഉപദേശം കേൾക്കുകയും പ്രബോധനം അംഗീകരിക്കുകയും ചെയ്യുക. നീ ജ്ഞാനിയാകും. പരിശുദ്ധ വചനം വ്യക്തമായി പറഞ്ഞു തരികയാണ് നമുക്ക് ലഭിക്കുന്ന ഉപദേശങ്ങൾ, പ്രബോധനങ്ങൾ സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് അത് പകർത്തിയാൽ നീ ജ്ഞാനിയായി തീരുമെന്ന പരിശുദ്ധ വചനം നമ്മളോട് പറയുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഒത്തിരിയേറെ ഉപദേശങ്ങൾ കേൾക്കുന്നവരാണ് നാം എല്ലാവരും. എന്തായാലും നാം എല്ലാവരും മക്കളാണ്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുക്കൾ, സഹോദരങ്ങൾ, നമ്മളെ ആത്മീയമായി ഉയർത്തുവാനായി കർത്താവ് നിയോഗിച്ചിരിക്കുന്നവരെല്ലാം നമ്മെ ഉപദേശിക്കുന്നുണ്ട്. ആ ഉപദേശങ്ങളോട് നമുക്കുള്ള മനോഭാവം എന്താണ്? സ്വയം നാം ഒന്ന് വിലയിരുത്തുക. വേണ്ടുന്നത്ര ഗൗരവം ഈ ഉപദേശങ്ങൾക്ക് നമ്മൾ നൽകുന്നുണ്ടോ? ആ ഉപദേശങ്ങൾ കേട്ട് അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാൻ, ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പരിശുദ്ധ ബൈബിളിൽ ഇപ്രകാരം ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് കാണുവാനായി സാധിക്കും. നമുക്ക് മോശയുടെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വരാം. പുറപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം ഒരു ഉപദേശം മോശയ്ക്ക് ലഭിക്കുന്നതായി കാണുന്നുണ്ട്. നമുക്ക് പുറപ്പാട് പുസ്തകം 18-ാം അധ്യായം അവിടെ 14-ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കാം. മോശ തന്റെ ജനത്തിന് വേണ്ടി ചെയ്യുന്നതെല്ലാം കണ്ടപ്പോൾ അമ്മായിയപ്പനായ ജെത്രോ അവനോട് ചോദിച്ചു, നീ ജനത്തിനു വേണ്ടി ചെയ്യുന്നത് എന്താണ്? രാവിലെ മുതൽ വൈകുന്നേരം വരെ ജനമെല്ലാം നിന്റെ ചുറ്റും കൂടി നിൽക്കാൻ ഇടയാകത്തക്ക വിധം നീ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത് എന്തുകൊണ്ട്? എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ അമ്മായിയപ്പനായ ജെത്രോയ്ക്ക് വ്യക്തമായി മനസ്സിലാവുകയാണ് തന്റെ മരുമകനായ മോശ വളരെ ബിസിയാണെന്ന്. മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കാൻ അവന് സമയം കിട്ടുന്നില്ല. അത് കണ്ടറിഞ്ഞ ജെത്രോ മോശയെ ഉപദേശിക്കുകയാണ്. 17-ഉം 18-ഉം വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ അവൻ പറഞ്ഞു, നീ ചെയ്യുന്നത് ശരിയല്ല. നീയും നിന്റെ കൂടെയുള്ള ജനങ്ങളും ക്ഷീണിച്ച് വിവശരാകും. ഇത് ഭാരമേറിയ ജോലിയാണ്. തനിയെ ഇത് ചെയ്യാൻ നിനക്ക് സാധിക്കുകയില്ല. എന്റെ പ്രിയ സഹോദരങ്ങളെ, വളരെ സ്നേഹത്തോടെ എന്നാൽ ഗുണദോഷിക്കുന്ന ആ ഒരു മനോഭാവത്തോടെ അമ്മായിയപ്പൻ മോശയെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുകയാണ്. രാവിലെ മുതൽ രാത്രി വരെയും തർക്കങ്ങൾ തീർക്കാനിരുന്നാൽ അവർക്കും ജനത്തിനും ബുദ്ധിമുട്ടാകും, മോശയ്ക്കും ബുദ്ധിമുട്ടാകും. കാത്തിരുന്ന് ജനത്തിന്റെ സമയവും പോകും. ഇതെല്ലാം ഡീൽ ചെയ്ത് വരുമ്പോഴേക്കും മോശയുടെ സമയവും കഴിഞ്ഞു പോകും. അപ്പോൾ അമ്മായിയപ്പനായ ജെത്രോ വളരെ പ്രാക്ടിക്കലായി പിന്നീട് അങ്ങോട്ട് മോശയ്ക്ക് കുറെ ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. ജനത്തിൽ നിന്നും ആവശ്യത്തിനുള്ള ശ്രേഷ്ഠന്മാരെ നിയോഗിച്ച് അവരുടെ ഇടയിലെ തർക്കങ്ങൾ പരിഹരിക്കുവാനായി അവരെ ഏൽപ്പിക്കുക. മോശ എന്ത് ചെയ്യണം? നിയമങ്ങൾ പഠിപ്പിക്കാൻ, ജനത്തെ നേരായ മാർഗത്തിൽ നയിക്കുവാനുള്ള അവന്റെ ഉത്തരവാദിത്വം നിയമങ്ങൾ പഠിപ്പിച്ചും ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തും നിർവഹിക്കുക. ബാക്കി തർക്കങ്ങൾ തീർക്കുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ ഏൽപ്പിക്കുക. ഇങ്ങനെ പറഞ്ഞ ഈ ജെത്രോയുടെ ഉപദേശം മോശ എന്താ ചെയ്തേ? നമ്മോട് ഇങ്ങനെ പറയുമ്പോൾ, ഇങ്ങനെ മുതിർന്നവരാകട്ടെ, ജ്ഞാനമുള്ളവരാകട്ടെ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ മനോഭാവം എന്തായിരിക്കും? ഇവിടെ എന്താ സംഭവിച്ചേ? പുറപ്പാട് പുസ്തകം 18-ാം അധ്യായം 24-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. മോശ അമ്മായിയപ്പന്റെ ഉപദേശം കേട്ട് അതനുസരിച്ച് പ്രവർത്തിച്ചു. പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുന്നത് അവിടെ എല്ലാം വളരെ ചിട്ടയായും ക്രമമായും പോകുന്നതാണ്. എല്ലാ മേഖലയിലും അവിടെ ഒരു അടുക്കും ചിട്ടയും വരികയായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഉപദേശം നൽകാൻ ഒരു ജെത്രോ അവിടെ ഉണ്ടായിരുന്നു. ഉപദേശം സ്വീകരിക്കുന്ന മോശയും അവിടെ ഉണ്ടായിരുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിലും ഈ രണ്ടു കൂട്ടരും ഉണ്ടാകണം. ഉപദേശം നൽകുന്നവർ തീർച്ചയായും ധാരാളമായിട്ടുണ്ടാകും. എന്നാൽ
ഉപദേശം സ്വീകരിച്ച് ആ നന്മയെ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എസ്തേറിലൂടെയും മോശയിലൂടെയും എല്ലാം കർത്താവ് വലിയൊരു കാര്യമാണ് നമ്മോട് പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കേണ്ട ഒരു കാര്യമാണ്. ഉപദേശം നൽകുന്നവരെ, പ്രബോധനം നൽകുന്നവരെ നമ്മൾ ഒരിക്കലും തള്ളിക്കളയരുത്. വെറുതെ അത് കേട്ട് ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ പോകാന്നൊക്കെ പറയുകയില്ലേ, അങ്ങനെ ആവരുത്. ആ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ വലിയ റിസൾട്ട് അവിടെ ഉണ്ടാവുക തന്നെ ചെയ്യും. പരിശുദ്ധ വചനം നമുക്ക് അതിന് ഉറപ്പ് നൽകുകയാണ്. തുടർന്ന് വീണ്ടും നമ്മൾ ഒരു സംഭവം കാണുന്നുണ്ട്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമുക്കൊക്കെ അറിയാം, കുട്ടികളാണെങ്കിലും നമ്മളാണെങ്കിൽ തന്നെയും നമുക്ക് ഉപദേശങ്ങൾ മുതിർന്നവർ പറയുമ്പോൾ കേൾക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചും അവരുടെ അത്രയും നാളത്തെ ജീവിതത്തിന്റെ ആ ഒരു അനുഭവങ്ങൾ വെച്ചൊക്കെ അവർ ഓരോന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഉൾക്കൊള്ളാൻ സാധിച്ചെന്ന് വരികയില്ല. മുതിർന്നവർ, ജ്ഞാനമുള്ളവർ അനുഭവത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ ആത്മീയ തലത്തിലായിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതവുമായി ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ടായിക്കൊള്ളട്ടെ, എപ്പോഴും സ്വീകരിക്കാൻ നമുക്ക് സാധിച്ചെന്ന് വരികയില്ല. ഇതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ബൈബിളിൽ നമുക്കൊരു കാര്യം കാണുവാനായി സാധിക്കും. ദിനവൃത്താന്തത്തിന്റെ 2-ാം പുസ്തകം 10-ാം അധ്യായത്തിൽ നമ്മൾ ജ്ഞാനിയായ സോളമൻ രാജാവിന്റെ മകനായ റഹോബോവാമിനെ പരിചയപ്പെടുന്നുണ്ട്. റഹോബോവാം രാജാവായി കഴിഞ്ഞ സമയം, ആ സമയത്ത് രാജ്യത്ത് ഒരു പ്രതിസന്ധി വരികയാണ്. അതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാനുള്ള ഉത്തരവാദിത്വം റഹോബോവാമിനാണ്. ആ ഒരു സമയത്ത് റഹോബോവാം എന്താണ് ചെയ്തതെന്ന് പരിശുദ്ധ വചനം പറയുന്നുണ്ട്. അതിൽ 14-ാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പ്രായമായവരുടെ ഉപദേശം ത്യജിച്ച് ചെറുപ്പക്കാരുടെ വാക്കുകേട്ട് റഹോബോവാം രാജാവ് അവരോട് പറഞ്ഞു. ഇവിടെ റഹോബോവാം രാജാവ് പ്രായമായ തന്റെ അപ്പന്റെ കാലം മുതൽ ഉപദേശകരായിരുന്നവരുടെ ഉപദേശങ്ങൾ ത്യജിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ചെറുപ്പക്കാരായ തന്റെ കൂട്ടുകാരുടെ ഉപദേശം കേട്ട് റഹോബോവാം സ്റ്റെപ്പ് എടുക്കുകയാണ്. ആ ഒരു അധ്യായത്തിന്റെ അവസാനം 19-ാം തിരുവാക്യം ഇപ്രകാരമാണ് പറയുന്നത്: ഇസ്രായേലിയർ ഇന്നും ദാവീദിന്റെ ഭവനത്തോട് മത്സരത്തിലാണ്. റഹോബോവാമിന്റെ ആ ഒരു തെറ്റായ തീരുമാനം കാരണം, തെറ്റായ ഉപദേശം അനുസരിച്ച് റഹോബോവാം പ്രവർത്തിച്ചതു കാരണം വലിയൊരു ഭിന്നിപ്പ് അവിടെ ഉണ്ടാവുകയാണ്. ഇസ്രായേൽ തന്നെ 2-ആയി വിഭജിക്കപ്പെടുകയാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. ഇവിടെ മൊർദെഖായിയെ നമ്മൾ കണ്ടു, ജെത്രോയെ നമ്മൾ കണ്ടു. അവരൊക്കെ കർത്താവിന്റെ നയിപ്പിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ്. അതനുസരിച്ച് ആ ഒരു കൃപയിൽ നിന്ന് അവർ ഉപദേശം നൽകുമ്പോൾ വലിയ നല്ല റിസൾട്ട് അവിടെ ഉണ്ടാവുകയാ ചെയ്യുന്നേ. എന്നാൽ നമുക്ക് ഉപദേശം നൽകുന്ന എല്ലാവരും എപ്പോഴും ആ ഒരു ലെവലിൽ ആയിരിക്കണമെന്നില്ല. അങ്ങനെ അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്നാ ഇവിടെ റഹോബോവാമിലൂടെ കർത്താവ് പറഞ്ഞു തരുന്നേ. വീണ്ടും ഇതുപോലൊരു ഉദാഹരണം നമ്മൾ ദാവീദ് രാജാവിന്റെ മക്കളുടെ കാര്യത്തിൽ കാണുന്നുണ്ട്. സാമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം, അവിടെ 13-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ 1-ാം വാക്യത്തിൽ പരിശുദ്ധ വചനം കുറച്ചു പേരെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. തിരുവചനം പറയുകയാണ്: ദാവീദിന്റെ മകൻ അബ്സലോമിന് സുന്ദരിയായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. താമാർ എന്നായിരുന്നു അവളുടെ പേര്. താമാർ എന്നായിരുന്നു അബ്സലോമിന്റെ സഹോദരിയുടെ പേര്. ദാവീദിന്റെ മറ്റൊരു മകനായ അമ്നോൻ അവളെ കാംക്ഷിച്ചു. ഇവിടെ അമ്നോന് വളരെ പാപകരമായ ഒരു ചിന്ത ഉണ്ടാവുകയാണ്. തന്നെ സഹോദരിയായ താമാറിനെ അവൻ പാപത്തോടെ വീക്ഷിക്കുകയാണ്. തുടർന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവൻ ആയിരിക്കുമ്പോൾ 3-ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ്: അമ്നോന് യോനാദാബ് എന്നൊരു സ്നേഹിതനുണ്ടായിരുന്നു. ദാവീദിന്റെ സഹോദരൻ ശിമെയായുടെ മകനായ അവൻ വലിയ സൂത്രശാലിയായിരുന്നു. പരിശുദ്ധ വചനം വ്യക്തമായി പറയുകയാണ്, അമ്നോന്റെ ഫ്രണ്ടായ യോനാദാബ് വളരെ സൂത്രശാലിയായിരുന്നു.
അവൻ കർത്താവിന്റെ മാർഗത്തിൽ പോകുന്നവനായിരുന്നില്ല. അങ്ങനെയുള്ള യോനാദാബ് അമ്നോന് തെറ്റായ ഉപദേശം നൽകുകയാണ്. 5-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, വളരെ മോശകരമായ ഉപദേശം അവന് നൽകി അവൻ അമ്നോനെ പാപത്തിലേക്ക് നയിക്കുകയാണ്. യോനാദാബിന്റെ തെറ്റായ ഉപദേശം സ്വീകരിച്ച അമ്നോൻ കൊല്ലപ്പെടുന്നതായിട്ടാ പരിശുദ്ധ വചനം നമുക്ക് പറഞ്ഞു തരുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ചുറ്റും ജ്ഞാനം പകർന്നു നൽകാൻ, നമുക്ക് പ്രബോധനങ്ങൾ നൽകാൻ കർത്താവ് ഒരുക്കി നിർത്തിയിരിക്കുന്നവരെ ഒരിക്കലും നമ്മൾ അവഗണിക്കരുത്. അവരിലൂടെ നൽകപ്പെടുന്ന ജ്ഞാനത്തെ, പ്രബോധനങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വന്തമാക്കണം. അപ്പോഴാണ് ഇവിടെ എസ്തേർ രാജ്ഞിക്ക് സംഭവിച്ചതുപോലെ, ജെത്രോയിലൂടെ മോശയുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. കർത്താവിന്റെ ഹിതം അവിടെ പൂർത്തീകരിക്കപ്പെടുന്നതും ഇതുപോലെയുള്ള പ്രബോധനങ്ങളെ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ്. എന്നിരിക്കലും നമ്മൾ അത് എപ്രകാരമുള്ള പ്രബോധനങ്ങളാണെന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം. റഹോബോവാമിന് പറ്റിയതുപോലെ, അമ്നോന് പറ്റിയതുപോലെ തെറ്റായ ഉപദേശങ്ങൾ സ്വീകരിച്ചാൽ വലിയ അപകടത്തിലേക്ക് നമ്മുടെ ജീവിതം എത്തിച്ചേരാനും അതിടയാക്കും. കർത്താവിന്റെ ജ്ഞാനം സ്വീകരിച്ചുകൊണ്ട് ഉപദേശങ്ങളെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള ജ്ഞാനം, ആ ഒരു വിവേകം, ആ ഒരു കൃപ ലഭിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഉപദേശങ്ങൾക്ക് എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമുണ്ടെന്ന് ഇന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന്റെ മുൻപിൽ നമുക്ക് ആയിരിക്കാം. കർത്താവിനെ നമുക്കൊന്ന് ചേർന്ന് സ്തുതിച്ച് ആരാധിക്കാം. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ജീവിതങ്ങളെ ക്രമീകരിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി പറയുകയാണ്, നന്ദി പറയുകയാണ് ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹോസന്ന ഹോസന്ന, ജയ് ജയ് ഹല്ലേലൂയ. സ്തോത്രം എന്നേശുവിന്. ഈശോയെ നന്ദി പറയുകയാണ്. മാനം മഹത്വവും എല്ലാ പുകഴ്ചയും ഏകരക്ഷകനല്ലോ. ഹല്ലേലൂയ. ഹോസന്ന ഹോസന്ന, ജയ് ജയ് ഹല്ലേലൂയ. സ്തോത്രം എന്നേശുവിന്. മാനം മഹത്വവും എല്ലാ പുകഴ്ചയും ഏകരക്ഷകനല്ലോ. ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ ഒന്ന് ചേർന്ന് നന്ദി പറയുകയാണ്. പ്രബോധനങ്ങളിലൂടെ ഞങ്ങളെ നയിക്കുന്നതിനായി, ഞങ്ങൾ ഉപദേശിക്കാൻ നൽകുന്നവരെ ഓർത്തെല്ലാം കർത്താവേ ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. പരിശുദ്ധ ദൈവമേശു, ഹോസന്ന ഹല്ലേലൂയ. സൃഷ്ടാവാം ദൈവമേശു, ജയ് ജയ് ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേശു, ഹോസന്ന ഹല്ലേലൂയ. സൃഷ്ടാവാം ദൈവമേശു, ജയ് ജയ് ഹല്ലേലൂയ. ഹോസന്ന ഹോസന്ന, ജയ് ജയ് ഹല്ലേലൂയ. സ്തോത്രം എന്നേശുവിന്. മാനം മഹത്വവും എല്ലാ പുകഴ്ചയും ഏകരക്ഷകനല്ലോ. ഹോസന്ന ഹോസന്ന, ജയ് ജയ് ഹല്ലേലൂയ. സ്തോത്രം എന്നേശുവിന്. മാനം മഹത്വവും എല്ലാ പുകഴ്ചയും ഏകരക്ഷകനല്ലോ. ഈശോയെ നന്ദി പറയുകയാണ്, നന്ദി പറയുകയാണ്. അങ്ങ് ഞങ്ങൾ നടത്തുന്ന വിധങ്ങൾക്കായി, പ്രബോധനങ്ങളിലൂടെ ഞങ്ങൾ നയിക്കുന്നതിനായി കർത്താവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് പറയുന്ന മറ്റൊരു ആഹ്വാനം ശ്രവിക്കുവാനായി നമുക്ക് ഒരുമിച്ച് അടുത്ത ആഴ്ച വീണ്ടും വരാം. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ വേലയിൽ മുന്നോട്ട് പോകാം. പരസ്പരം നമുക്ക് പ്രാർത്ഥനയിൽ ഒന്നിച്ചായിരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കുക. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം ഷെക്കേനയുടെ ഓഫീസിലേക്ക് അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ ശുശ്രൂഷയിൽ വ്യാപരിക്കാം. കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷിക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO
തൃശൂർ, കേരള 680652. Empowering women in Christ.